കാറ്റത്തെ കിളിക്കൂടിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡിന്റെ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സുഭാഷ് സൂയിസൈഡ് ചെയ്തിട്ടുണ്ടാകാമെന്ന എസ്ഐയുടെ വാക്കുകൾ സുധീഷിനെ ആകെ ഉലച്ചു കളയുന്നുണ്ട്. സ്റ്റേഷന് പുറത്തിറങ്ങിയ സുധീഷ് അതോർത്ത് പൊട്ടിക്കരയുമ്പോഴേക്കും നിധിയവനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുകയാ. പാവമാ എന്റെ സുഭാഷേട്ടൻ. ഇവര് പറഞ്ഞതുപോലെ സുഭാഷേട്ടൻ എന്തെങ്കിലും പറ്റിക്കാണുമോ? ഇവിടെ വരുന്നതുവരെ ഞാൻ അക്കാര്യത്തെക്കുറിച്ച് ഓർത്തതേയില്ല. ഇവരത് പറഞ്ഞതിനു ശേഷം എനിക്കാകെ പേടിയാവുന്നു. എന്റെ സുഭാഷേട്ടൻ എന്ത് പറ്റിയെന്ന് അറിയില്ലല്ലോ എന്ന് പറഞ്ഞ് അവൻ പൊട്ടിക്കരയുകയാണ്. സുധീഷെ പേടിക്കാതെ, ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ലെന്ന് നിധിയും അവനെ ആശ്വസിപ്പിക്കുക. സുധീഷ് വീണ്ടും കരച്ചിലോടെ സുഭാഷേട്ടൻ വീട് വിട്ട് പോകുമെന്ന് വിചാരിച്ചതേയില്ല. പക്ഷെ എങ്ങോട്ടോ പോയി. ഇവരിപ്പോ വേറെന്തൊക്കെയോ പറയും. ഇവര് പറയുന്നത് സത്യമാണെങ്കിൽ ഉറപ്പായും എനിക്കത് താങ്ങാൻ കഴിയും എന്ന് പറഞ്ഞ് വീണ്ടും അവൻ പൊട്ടിക്കരയുമ്പോഴേക്കും സുധീഷ് സമാധാനമായിരിക്കെ. സുഭാഷ് ഏട്ടൻ അങ്ങനെ ചെയ്യുന്ന ഒരാളൊന്നുമല്ല. നികേഷിനെ പറ്റി ആലോചിക്കുമ്പോൾ സുഭാഷ് ഏട്ടൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കാനൊന്നും കഴിയില്ല. വീട് വിട്ട് ഇറങ്ങിപ്പോയാലും സുഭാഷ് ഏട്ടന്റെ മനസ്സിൽ നമ്മളെക്കുറിച്ചുള്ള ചിന്തകളായിരിക്കും. നമ്മളില്ലാതെ സുഭാഷ് ഏട്ടനെ ജീവിക്കാനേ കഴിയില്ല. പോലീസുകാർ അവരുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവില അങ്ങനെ പറഞ്ഞത്. അതോർത്ത് കരയാതെ സുധീഷ്, പ്ലീസ്, അവര് പറയുന്ന പോലെയൊന്നും നടക്കില്ല എന്നൊക്കെ പറഞ്ഞ് നിധി സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സുധീഷിന്റെ മനസ്സിലേക്ക് സുഭാഷ് ഏട്ടനുമൊത്തുള്ള സുന്ദര നിമിഷങ്ങളാണ് കടന്നു വരുന്നത്. അതോർക്കെ അവൻ വീണ്ടും പൊട്ടിക്കരയുമ്പോഴേക്കും എന്താ സുധീഷ്, സുഭാഷ് ഏട്ടൻ തീർച്ചയായും വരും. നാളെ സുഭാഷ് ഏട്ടൻ നമ്മുടെ വീട്ടിലുണ്ടാവും. നമ്മളെല്ലാം പഴയതുപോലെ സന്തോഷമായി ജീവിക്കും. ഞാൻ പറയുന്നത് കേൾക്ക്. സുഭാഷ് ഏട്ടൻ ഉറപ്പായും വരും. സുഭാഷ് ഏട്ടന് ഒന്നും സംഭവിക്കില്ലെന്ന് നിധിയും വീണ്ടും ആശ്വസിപ്പിക്കുകയാണ്. പിന്നീട് സുധീഷിനെയും കൂട്ടി നിധി വീട്ടിലെത്തുമ്പോഴേക്കും അവിടെ ഹരീഷും നികേഷും അവരെ കാത്തിരിക്കുകയായിരുന്നു. അവരെ കാണാൻ നികേഷും, ഏട്ടത്തി, പോലീസുകാർ എന്തു പറഞ്ഞു എന്ന് ചോദിക്കെ അവിടെ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. സുഭാഷ് ഏട്ടന്റെ ഒരു ഫോട്ടോയും കൊടുത്തിട്ടുണ്ട്. അവരന്വേഷിച്ച് വിവരം നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് നിധി പറയുമ്പോഴേക്കും സുധീഷിന്റെ മൊബൈലിലേക്ക് കോൾ വരുന്നുണ്ട്. അവൻ പെട്ടെന്ന് അത് എടുത്തു നോക്കുമ്പോഴേക്കും ആരാണെന്ന് നിധിയും ചോദിക്കുക. അറിയാത്തൊരു നമ്പറിൽ നിന്നാണെന്ന് സുധീഷ് പറയുമ്പോഴേക്കും ചിലപ്പോ സുഭാഷ് ഏട്ടൻ വേറെ ഏതെങ്കിലും നമ്പറിൽ നിന്ന് വിളിക്കുന്നതാവും എടുത്ത് സംസാരിക്കുന്ന നിധി പ്രതീക്ഷയോടെ പറയുമ്പോഴേക്കും സുധീഷും ആ കോൾ അറ്റൻഡ് ചെയ്യുകയാണ്. ബാങ്ക് ലോണിന്റെ കാര്യവും പറഞ്ഞ് ബാങ്കിൽ നിന്നുള്ള വിളിയായിരുന്നു അത്. അത് കേൾക്കെ സുധീഷും അവരെ വഴക്കു പറഞ്ഞ് ദേഷ്യത്തോടെ കോൾ കട്ട് ചെയ്യുക. അപ്പോഴേക്കും ഹരീഷും സുധീഷിനോടായി സുഭാഷ് ഏട്ടൻ എവിടെയാണെന്ന് തിരയണ്ടേ, സുഭാഷ് ഏട്ടൻ ഇല്ലാത്ത വീട്ടിൽ ഇരിക്കാനേ തോന്നുന്നില്ല എന്ന് പറയേ. എവിടെ പോയി തിരയാനാ, നമ്മളെല്ലായിടത്തും നോക്കിയതല്ലേ എന്ന് സുധീഷും. എന്ന് വെച്ച് വീട്ടിൽ വെറുതെ ഇരിക്കാൻ പറ്റോ? ഞാൻ എന്തായാലും പോയി നോക്കാം, പോവാത്ത സ്ഥലങ്ങളിൽ പോയി അന്വേഷിക്കാം എന്ന് ഹരീഷ് പറയുന്നത് കേൾക്കെ ഇനി സുഭാഷ് ഏട്ടനെയും തിരഞ്ഞ് നീ എങ്ങോട്ടും പോവാതിരിക്കെ, നിന്നെ കൂടി ഇനി തിരിഞ്ഞിറങ്ങാൻ വയ്യെന്ന് സുധീഷ് പറയുമ്പോഴേക്കും അതൊന്നും കുഴപ്പമില്ല, ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് പറഞ്ഞ് ഹരീഷും സുഭാഷിനെ തേടി ഇറങ്ങുകയാണ്. അവരുടെ അച്ഛനും ടെൻഷനോടെ ഉമ്മറത്തെ കട്ടിലിൽ തന്നെ ഇരിപ്പാ. അപ്പോഴാണ് വിവരം അറിഞ്ഞ് അമ്മായിയും വല്യച്ഛനും സുഭാഷിന്റെ വീട്ടിലേക്ക് എത്തുന്നത്. അവർ ഡൈനിങ് ഹാളിലേക്ക് എത്തിയിരിക്കുമ്പോഴേക്കും അമ്മായി പറയുന്നുണ്ട്, സുഭാഷിനെ കാണാനില്ലെന്ന വാർത്ത അറിഞ്ഞു, പരിഭ്രമത്തോടെ ഓടി വന്നതാണെന്ന്. എവിടെ പോയതാന്ന് വല്യച്ഛൻ ചോദിക്കെ അറിയില്ലെന്ന് നിധിയും. ആ ഉമ്മറത്തിരിക്കുന്ന ഒരാളില്ലേ, അയാൾ സുഭാഷിനെ വഴക്കു പറയോ അടിക്കോ വല്ലതും ചെയ്തോ എന്ന് വല്യച്ഛൻ വീണ്ടും ചോദിക്കെ അങ്ങനെയൊന്നുമില്ലെന്ന് നിധിയും. നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും വഴക്കുണ്ടായോന്ന് അമ്മായി ചോദിക്കെ വഴക്കൊന്നും ഉണ്ടായിട്ടില്ല, ആ ജോത്സ്യന എല്ലാത്തിനും കാരണമെന്ന് നികേഷും പറയുന്നുണ്ട്. ഏത് ജോത്സ്യനെന്ന് അമ്മായി ചോദിക്കെ നിധിയും പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടന്റെ ജാതകം നോക്കിയിരുന്നു. സുഭാഷ് ഏട്ടന്റെ ജാതകത്തിലെ ദോഷം കാരണം സുഭാഷ് ഏട്ടന്റെ വിവാഹം നടക്കില്ലെന്നും ഈ വീട്ടിലെ ആർക്കും നല്ലത് വരില്ലെന്നും പറഞ്ഞെന്നും അക്കാര്യമോർത്ത് സുഭാഷ് ഏട്ടൻ നല്ല ടെൻഷനിലായിരുന്നുവെന്നും രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോ സുഭാഷ് ഏട്ടനെ കാണാനില്ലെന്നും പറഞ്ഞ് സുഭാഷ് ഏട്ടൻ എഴുതി വെച്ച ആ ലെറ്റർ വെല്ലച്ചന്റെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട് നിധിയും. വെല്ലച്ചനും അത് വാങ്ങി വായിച്ചു നോക്കിക്കൊണ്ട്, ഇതാ ഞാൻ ആദ്യമേ പറഞ്ഞത്, ഈ വീട് വിട്ടു പോവാൻ. ഈ വീട്ടിൽ നിങ്ങൾ താമസിക്കുന്ന കാലത്തോളം നിങ്ങൾക്കും നല്ലത് വരില്ല, ഞങ്ങൾക്കും നല്ലത് വരില്ല. ഈ വീടൊഴിഞ്ഞ് വേറെ വീട്ടിലേക്ക് പോയാൽ എന്തെങ്കിലും നല്ലത് നടക്കും എന്ന് വെല്ലച്ചൻ പറയുന്നത് കേൾക്കെ അമ്മായിയും ഈ സമയത്താണോ ഇതൊക്കെ പറയുന്നത്, വിട്ടേക്കെന്ന് പറഞ്ഞ് നിധിയോടും കൂട്ടരോടുമായി ഈ വിഷയം അറിഞ്ഞപ്പോ ആകെ ടെൻഷനായി. അതാ ഒന്ന് വന്ന് കാണാമെന്ന് വിചാരിച്ചു. സുഭാഷ് ജോലി ചെയ്യുന്ന സ്ഥലത്തെല്ലാം പോയി നോക്കിയോ എന്ന് അമ്മായിയും ചോദിക്കുന്നു. എല്ലായിടത്തും നോക്കി, സുഭാഷ് ഏട്ടൻ എവിടെയുമില്ലെന്ന് സുധീഷ്. പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടെന്ന് നിധി പറയുമ്പോഴാണ് എല്ലാം കേട്ട് ഉമ്മറത്തിരിക്കായിരുന്ന അച്ഛനും എഴുന്നേറ്റ് ചെന്ന് വല്യച്ഛനോടായി എവിടെയേടാ എന്റെ മോൻ എന്ന് ചോദിക്കുന്നത്. കണ്ടോ ലളിതേ, ഈ വീട്ടിലേക്ക് വരേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്ന് വല്യച്ഛൻ ലളിതയോടായി പറയേ. എന്റെ മോൻ എങ്ങനെ കാണാതാവാനാ, നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവുമെന്ന് ഭാസ്കരനും പറയുന്നു. ഈ വീട്ടിൽ നല്ലവനായി ആകെ ഒരുത്തനുള്ളതാ, അവനെ കാണാനില്ലെന്നും നാട്ടിലാകെ നിങ്ങൾ അവരെ തിരഞ്ഞു നടക്കുകയാണെന്നും നാട്ടുകാരെല്ലാം പറഞ്ഞു. അത് കേട്ടപ്പോ മനസ്സിനൊരു വിഷമം, എന്താ ഏതാന്ന് അറിയാഞ്ഞിട്ടാ തിരിഞ്ഞു വന്നത് എന്ന് ലളിത പറയുമ്പോഴേക്കും മനസ്സിന് വിഷമോ, ഞാൻ വിശ്വസിച്ചു എന്ന് ദേഷ്യത്തോടെ പറഞ്ഞ് ആ കസേരയിലേക്ക് ഇരിക്കുക. മനുഷ്യനോട് നിൽക്കുകയായിരുന്ന സുധീഷിനെയും നികേഷിനെയും എല്ലാം മാറി മാറി നോക്കിക്കൊണ്ട് അമ്മായിയും അവൻ ഉറപ്പായും വരും, വേറെ എവിടെ പോവാനാ, നിങ്ങളൊന്നുമില്ലാതെ അവന് ജീവിക്കാൻ
ഇരിക്കാൻ കഴിയില്ല. അവൻ ഉറപ്പായും വരും, വിഷമിക്കാതെ എന്ന് പറഞ്ഞ് സങ്കടത്തോടെ നിൽക്കുന്ന നികേഷിനെ വീണ്ടും നോക്കിക്കൊണ്ട്, നികേഷ് ഒരു പാവമാ, ഏത് സമയത്തും സുഭാഷ് ഏട്ടാ എന്ന് വിളിച്ച് പിറകെ നടക്കുന്നതല്ലേ, കണ്ടിട്ട് സഹിക്കുന്നില്ലെന്ന് അമ്മായി പറയുമ്പോഴേക്കും സുധീഷ് അവന്റെ അരികിലേക്ക് ചെന്ന് അവനെ ആശ്വസിപ്പിക്കുകയാ. ഗംഗാധരനും എഴുന്നേറ്റ് ടെൻഷനോടെ ഇരിക്കുന്ന ഭാസ്കരനെ ഒന്ന് നോക്കിക്കൊണ്ട് ഉമ്മറത്തേക്ക് ചെന്ന് ടെൻഷനോടെ നിൽപ്പാ. പിന്നീട് രാത്രിയായിട്ടും എല്ലാവരും ടെൻഷനോടെ ഉമ്മറത്ത് തന്നെ നിൽപ്പാ. പരീക്ഷന് ഇതുവരെ കണ്ടില്ലല്ലോന്ന് വഴിയിലേക്ക് നോക്കിക്കൊണ്ട് ടെൻഷനോടെ ഇരിക്കുന്ന സുധീഷും പിറുപിറുക്കുന്നുണ്ട്. ആകെ മരവിച്ച അവസ്ഥയിലിരിക്കുന്ന നികേഷിനെയും നിധി ആശ്വസിപ്പിക്കുകയാണ്. നികേഷേ, സുഭാഷ് ഏട്ടൻ ഉറപ്പായും വരും, സുഭാഷ് ഏട്ടന് നമ്മളെ വിട്ട് അധിക നാൾ നിൽക്കാൻ കഴിയും, ഉറപ്പായും വരുമെന്ന് നിധി ആശ്വസിപ്പിക്കുക. സുധീഷും, നികേഷേ, രാവിലെ മുതൽ രാത്രി വരെ ഇങ്ങനെ നമ്മളെ കാണാതെ ഇരിക്കാൻ സുഭാഷ് ഏട്ടന് കഴിയില്ല, ഉറപ്പായും സുഭാഷ് ഏട്ടൻ നമ്മളെ തേടി വരുമെന്ന് സുധീഷ് ആശ്വസിപ്പിക്കുന്നുണ്ടെങ്കിലും നികേഷ് ഒന്നും മിണ്ടാതെ അതേ ഇരിപ്പ് തന്നെയാണ്. അവന്റെ ആ ഇരിപ്പ് കാണാൻ നിധിയും സുധീഷിന്റെ അരികിലേക്ക് ചെന്ന്, എനിക്ക് നികേഷിനെ കാണുമ്പോൾ പേടി തോന്നുന്നുണ്ട്, അവന് മനസ്സിന് വിഷമം തട്ടിയാ കരയാറുള്ളതാ, ഇപ്പോ കരയൊന്നുമില്ല, കണ്ടില്ലേ എന്തോ ആലോചിച്ചിരിപ്പാ, സുഭാഷേട്ടൻ ഇനി തിരികെ വന്നില്ലെങ്കിൽ അവൻ അത് താങ്ങാൻ കഴിയില്ല എന്ന് നിധി പറയേ. സുഭാഷേട്ടൻ ഇനി തിരികെ വന്നില്ലെങ്കിൽ എനിക്ക് തന്നെ അത് താങ്ങാൻ പറ്റുമോന്നറിയില്ല, എന്തു ചെയ്യണമെന്നറിയില്ല. ഹരീഷും സുഭാഷേട്ടനെ തേടി വണ്ടിയും എടുത്ത് പോയിരിക്കുക. എനിക്കും സുഭാഷേട്ടനെ തിരഞ്ഞിറങ്ങണമെന്നുണ്ട്, പക്ഷെ എവിടെയെന്നറിയില്ല, എല്ലാ സ്ഥലവും പോയി നോക്കിയതല്ലേ, ഇനി എവിടെ തിരയുമെന്നറിയില്ല, ഒരു ചെറിയ ക്ലൂ പോലും കിട്ടുന്നില്ലല്ലോ, നട്ടപ്പാതിരക്ക് എഴുന്നേറ്റ് സുഭാഷേട്ടൻ എവിടെ പോയതായിരിക്കും എന്നൊക്കെ സുധീഷ് സങ്കടത്തോടെ പറയുമ്പോഴാണ് എല്ലാം കേട്ടുകൊണ്ട് ആലോചനയുടെ ഇരിക്കായിരുന്ന അവരുടെ അച്ഛനും പെട്ടെന്ന് എഴുന്നേറ്റ്, എടാ സുധീഷേ, ആ ഹിന്ദിക്കാരി പെണ്ണില്ലേ, അവളുടെ വീട്ടിൽ അന്വേഷിച്ചോ, ഒരു പക്ഷേ ആ പെണ്ണിനെയും കൂട്ടിക്കൊണ്ട് അവൻ ഒളിച്ചോടി പോയതായിരിക്കും എന്നച്ഛൻ പറയുന്നത് കേൾക്കെ സംശയത്തോടെ ആരെ പറ്റിയാ പറയുന്നതെന്ന് സുധീഷും ചോദിക്കുക. അത് അവന്റെ കൂടെ ജോലി ചെയ്യുന്ന ആ ബയ്യയില്ലേ, അവന്റെ അനിയത്തിയില്ലേ, അവളുടെ കൂടെ എന്നച്ഛൻ പറയുമ്പോഴേക്കും നിങ്ങൾക്ക് എന്താ ബോധമില്ല, സുഭാഷേട്ടൻ ഒളിച്ചോടിയെന്നൊക്കെ പറയുന്നു, സുഭാഷേട്ടൻ അത്തരക്കാരനാണോ എന്ന് സുധീഷും ദേഷ്യത്തോടെ ചോദിക്കുക. മനസ്സ് ശരിയല്ലെങ്കിൽ പിന്നെ പലതും ചെയ്യും, ഞാൻ പറഞ്ഞ കാര്യം നീ ഒന്ന് ആലോചിച്ച് നോക്ക്, എനിക്ക് തോന്നുന്നത് അവൻ ആ പെണ്ണിനെയും കൂട്ടി ഒളിച്ചോടി പോയെന്നാ എന്നച്ഛൻ പറയുന്നത് കേൾക്കെ സുഭാഷേട്ടൻ കത്തെഴുതി വെച്ചിട്ടല്ലേ പോയി, ഇതെല്ലാം ആ ജോത്സ്യൻ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ടുണ്ടായതല്ലേ, സുഭാഷേട്ടന് ചില വിഷയങ്ങളൊന്നും താങ്ങാൻ പറ്റിയില്ല, അതുകൊണ്ടായി വീട് വിട്ട് പോയതെന്ന് നിധിയും, നിങ്ങളുടെ സുഭാഷേട്ടൻ എങ്ങോട്ട് വേണമെങ്കിലും പോയിക്കോട്ടെ, പക്ഷേ നട്ടപ്പാതിരയ്ക്ക് ഈ വീട് വിട്ട് പോയത് എന്തിനാ, ആ സമയത്ത് ഇറങ്ങിപ്പോവേന് തങ്ങാൻ ഒരു വീടോ മറ്റോ വേണമല്ലോ, അതുകൊണ്ടാ ഞാൻ ഈ പറയുന്നത്, ആ പെണ്ണ് ഇടയ്ക്കിടെ നമ്മുടെ വീട്ടിലേക്ക് വരാറുണ്ട്, ഇവനോട് ചിരിച്ച് സംസാരിക്കും, ഇവനും അതുപോലെ അവളോട് ഓരോന്ന് ചിരിച്ച് സംസാരിക്കാറുണ്ട്, അതോർത്തപ്പോ എനിക്കൊരു സംശയം തോന്നി, അതുകൊണ്ടാ ഞാൻ അങ്ങനെ പറഞ്ഞു. എന്നച്ഛൻ വീണ്ടും പറയേ, സുഭാഷേട്ടൻ അങ്ങനെ ചെയ്യുന്ന ഒരാളൊന്നുമല്ല, ഞങ്ങളെ കഷ്ടത്തിലാക്കുന്ന ഒന്നും സുഭാഷേട്ടൻ ചെയ്യില്ല എന്ന് സുധീഷും പറയുകയാ. ചെയ്യില്ലെന്ന് നീ പറയുന്നതല്ല, ഒരുപക്ഷെ ചെയ്തിട്ടുണ്ടെങ്കിലോ, ഈ വിഷയത്തെ പല ആംഗിളിൽ നിന്നും ആലോചിച്ച് നോക്കണം, അതുകൊണ്ടാ പറഞ്ഞതെന്ന് അച്ഛനും, എന്നുവെച്ച് ഞങ്ങളെയൊന്നും പറ്റി ആലോചിക്കാതെ ഒരു പെണ്ണിനെയും വിളിച്ച് ഓടുന്ന ആളൊന്നുമല്ല എന്റെ സുഭാഷേട്ടൻ, അതൊക്കെ നിങ്ങളുടെ സ്വഭാവമാ, എന്റെ സുഭാഷേട്ടൻ അങ്ങനെയല്ല എന്ന് സുധീഷ് ദേഷ്യത്തോടെ പറയേ. നിധിയും അച്ഛനിപ്പോ ഒന്നും പറയണ്ട, അവിടെ പോയി ഒന്നും മിണ്ടാതിരിക്കും, ഞങ്ങൾ നോക്കിക്കൊള്ളാമെന്ന് നിധി. അത് കേൾക്കെ അച്ഛനും, മോളെ, എന്റെ പ്രായത്തിനും അനുഭവത്തിനും അനുസരിച്ച് എനിക്ക് തോന്നിയതാ ഞാൻ പറഞ്ഞു, വേണമെങ്കിൽ കേൾക്ക്, കേൾക്കണില്ലെങ്കിൽ കേൾക്കണ്ട, എനിക്കെന്താ എന്ന് പറഞ്ഞ് അച്ഛനും ഉമ്മറത്തെ കട്ടിലിലേക്ക് തന്നെ ചെന്നിരിക്കുക. നിധിയും നികേഷിന്റെ അരികിലേക്ക് ചെന്ന് അവനെ ആശ്വസിപ്പിച്ചിരിക്കുമ്പോഴേക്കും സുധീഷിന്റെ മനസ്സിലൂടെ അച്ഛൻ പറഞ്ഞ കാര്യങ്ങളാണ് കടന്നു പോകുന്നത്. ഒരുപക്ഷെ ബയ്യയുടെ വീട്ടിൽ സുഭാഷേട്ടൻ ഉണ്ടാവാമെന്ന അച്ഛന്റെ സംശയവും, താൻ റോഡിൽ വെച്ച് ബയ്യയെ കണ്ട സമയത്ത് സുഭാഷേട്ടന്റെ കാര്യം പറഞ്ഞതും, സുഭാഷേട്ടൻ എവിടെ പോയെന്ന് അറിയാമോ എന്ന് ചോദിക്കുന്നതും, തനിക്കറിയില്ലെന്നും സുഭാഷേട്ടൻ സൈറ്റിലെത്തിയ താൻ വിളിച്ചറിയിക്കാമെന്ന് ഒരു പരുങ്ങലോടെ പറഞ്ഞതുമോർക്കെ സുഭാഷേട്ടൻ ഇനി ബയ്യയുടെ വീട്ടിൽ പോയിട്ടുണ്ടാവുമോ, ബയ്യയുടെ സംസാരത്തിൽ എന്തോ ഒരു പന്തികേടുണ്ടായിരുന്നു, സുഭാഷേട്ടനെ കാണാനില്ലെന്നറിഞ്ഞതിന്റെ ഒരു ടെൻഷനും ബയ്യയുടെ മുഖത്തില്ലായിരുന്നു, ചിലപ്പോ സുഭാഷേട്ടൻ അവിടെ ഉണ്ടാവുമോ എന്ന് ചിന്തിക്കെ സുധീഷും നിധിയോടായി തനിക്കും വീട്ടിലിരിക്കാൻ കഴിയുന്നില്ല, സുഭാഷേട്ടൻ എവിടെയെന്ന് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാ. അവൻ ബയ്യയുടെ വീട് തപ്പിപ്പിടിച്ച് അവിടെ എത്തി കോളിംഗ് ബെൽ അടിക്കുമ്പോഴേക്കും ബയ്യ വന്ന് വാതിൽ തുറക്കുകയാ. സുഭാഷേട്ടൻ എന്ന് സുധീഷ് ചോദിക്കെ ബയ്യ ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോഴാണ്, ഉറപ്പായും ഞാനില്ലാത്തത് അവർക്ക് ശീലമായിക്കോളുമല്ലേ എന്ന് സുഭാഷ് ചോദിക്കുന്നത് സുധീഷ് കേൾക്കുന്നത്. അവൻ അമ്പരപ്പോടെ അകത്തേക്ക് കയറുമ്പോഴേക്കും കാണുന്നത് ബയ്യയുടെ അനിയത്തി ചപ്പാത്തി ഉണ്ടാക്കുന്നതും സുഭാഷ് ടെൻഷനോടെ ഒരു പ്ലേറ്റിൽ ചപ്പാത്തിയുമായി ഇരിക്കുന്നതുമാണ്. അവൻ ആശ്വാസത്തോടെ സുഭാഷേട്ടനെ ഒന്ന് നോക്കിക്കൊണ്ട് ബയ്യയെ ദേഷ്യത്തോടെ നോക്കി കണ്ണുരുട്ടുകയാണ്. വീണ്ടും അവൻ അവരെ ശ്രദ്ധിക്കുമ്പോഴേക്കും സുഭാഷ് ബയ്യയുടെ അനിയത്തിയോടായി ചോദിക്കുന്നുണ്ട്, ഞാൻ ചെയ്തത് ശരി തന്നെയല്ലേ, അനിയന്മാർ നന്നായിരിക്കണം, അതാണ് വേറൊന്നും ചിന്തിക്കാതെ വീട് വിട്ടിറങ്ങിയത്, ഈ ആഹാരം കാണുമ്പോൾ പോലും എന്റെ അനിയന്മാരെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്, അവരെന്തെങ്കിലും കഴിച്ചോന്ന് അറിയില്ല എന്ന് പറഞ്ഞ് തന്റെ കയ്യിലുള്ള പ്ലേറ്റ് താഴേക്ക് വെക്കുകയാ സുഭാഷ്. ഉറപ്പായും അവരെന്നെ അന്വേഷിച്ച് നടക്കുകയായിരിക്കും, വിഷമിച്ചാലും കുഴപ്പമില്ല,
കുറച്ചു നാൾ കഴിഞ്ഞ് അവരതുമായി പൊരുത്തപ്പെട്ടുകൊള്ളും. അവരെല്ലാം കല്യാണവും കഴിഞ്ഞ് സന്തോഷമായിരിക്കണം. ഉറപ്പായും ഞാനില്ലാത്തതുമായി അവർ പൊരുത്തപ്പെട്ടോളും അല്ലേ എന്ന് സുഭാഷ് അവളോടായി ചോദിക്കുമ്പോഴാണ് എല്ലാം കേട്ട് അതുവരെ മിണ്ടാതെ നിൽക്കായിരുന്ന സുധീഷും ഒറ്റ ഇടിവെച്ചു തന്നാലുണ്ടല്ലോ എന്ന് ദേഷ്യത്തോടെ പറയുന്നത്. കുട്ടികൾക്ക് സുഭാഷും സുധീഷിനെ കണ്ട് ആമ്പരപ്പോടെ എഴുന്നേൽക്കുമ്പോഴേക്കും സുധീഷ് അവന്റെ അടുത്തേക്ക് ചെന്ന് എന്താ സുഭാഷ് ഏട്ടായി ചെയ്തത്? രാവിലെ തൊട്ടേ ഞങ്ങൾ സുഭാഷ് ഏട്ടനെ എവിടെയെല്ലാം നിങ്ങൾ എവിടെ വന്നിരിക്കുകയാണല്ലേ? ഞങ്ങളെപ്പറ്റി നിങ്ങൾക്ക് ഒരു വിചാരവുമില്ലല്ലോ. എന്തിനാ ഇങ്ങനെയെല്ലാം ചെയ്തത്? പറ സുഭാഷ് ഏട്ടാ എന്ന് ചോദിച്ചവൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സുഭാഷ് ഏട്ടനെ ഞങ്ങൾ എവിടെയെല്ലാം തിരഞ്ഞെന്നറിയാമോ? ഭ്രാന്ത് പിടിച്ച അവസ്ഥയായിരുന്നു. സുഭാഷ് ഏട്ടൻ ഇവിടെ വന്നിരിപ്പാണോ എന്ന് ചോദിച്ച് കരയുന്ന സുധീഷിനെ സുഭാഷ് ഏട്ടൻ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ പോയെന്ന് പറഞ്ഞ് സുഭാഷ് ഏട്ടന്റെ കൈ തട്ടി മാറ്റുക. എന്തിനാ സുഭാഷ് ഏട്ട ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ച് സുധീഷ് വീണ്ടും പൊട്ടിക്കരയുമ്പോഴേക്കും അറിയാതെ സുധീഷ് എന്ന് സുഭാഷും. സുധീഷ് അപ്പോഴേക്കും ബയ്യയുടെ അടുത്തേക്ക് ചെന്ന് നിങ്ങളോട് ഞാൻ രാവിലെ ചോദിച്ചതല്ല, അപ്പോഴെങ്കിലും പറഞ്ഞുകൂടായിരുന്നോ സുഭാഷ് ഏട്ടൻ ഇവിടെ ഉണ്ടെന്ന് ചോദിക്കേ. സുഭാഷ് ഏട്ടൻ പറയണ്ടെന്ന് പറഞ്ഞെന്ന് ബയ്യയും. സുഭാഷ് ഏട്ടൻ പറഞ്ഞാ നിങ്ങൾ എല്ലാം കേൾക്കുമോ? എന്താ ബയ്യ എന്ന് ചോദിച്ച് സുഭാഷ് ഏട്ടനോടായി. എന്താ സുഭാഷ് ഏട്ടാ ഇവിടെ വന്നിരുന്ന് ഞങ്ങൾക്ക് നല്ലത് വരട്ടെ എന്ന് കഥ പറഞ്ഞിരിക്കുകയാണോ എന്ന് ചോദിക്കേ. അല്ലട സുധീഷേ, ഉറപ്പായും ഞാൻ നിങ്ങൾക്ക് നല്ലത് വരട്ടെ എന്ന് വിചാരിച്ച ആ വീട് വിട്ട് ഇറങ്ങി പോകുന്നത് എന്ന് സുഭാഷ് ഏട്ടനും പറയുന്നുണ്ട്. സുഭാഷ് ഏട്ടനില്ലാതെ ഞങ്ങൾക്ക് എന്ത് നല്ലത് നടക്കാനാ എന്ന് ചോദിച്ച് സുധീഷ് പൊട്ടിക്കരയുമ്പോഴേക്കും സുഭാഷും അവനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുകയാ. സുധീഷേ കരയാതെടാന്ന് പറഞ്ഞ് സുഭാഷ് അവനെ ആശ്വസിപ്പിക്കുക. എന്റെ ജീവൻ തന്നെ പോയി സുഭാഷ് ഏട്ടാ, സുഭാഷ് ഏട്ടനില്ലാതെ ഞങ്ങൾക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയും എന്ന് സുധീഷും പറയുന്നുണ്ട്. അതല്ല സുധീഷേ, ആ ജോത്സ്യർ അങ്ങനെ പറഞ്ഞപ്പോ എന്ന് സുഭാഷ് പറയുമ്പോഴേക്കും ഒരു ജോത്സ്യർ പറഞ്ഞപ്പോ കേട്ടൊരാള് അയാൾ പറഞ്ഞത് കേട്ട് സുഭാഷ് ഏട്ടൻ വീട് വിട്ട് ഇറങ്ങിപ്പോണം. ഞങ്ങളെ പറ്റി ഒന്ന് ചിന്തിച്ചോ സുഭാഷ് ഏട്ടൻ? സുഭാഷ് ഏട്ടൻ ഞങ്ങൾ എവിടെയെല്ലാം തിരഞ്ഞു എന്ത് വന്നാലും ടെൻഷൻ ആവാത്ത നമ്മുടെ അച്ഛനില്ലേ? പരിഭ്രമത്തോടെ റോഡിലൂടെ സുഭാഷ് ഏട്ടനെ തിരഞ്ഞു നടപ്പായിരുന്നു. നികേഷും ആകെ ഒരു മരവിച്ച അവസ്ഥയിലിരിക്കുക. നിധിയും കരഞ്ഞു കരഞ്ഞു തളർന്നു. ഹരീഷും ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ സുഭാഷ് ഏട്ടനെ തിരഞ്ഞു നടപ്പാം. ഞങ്ങളുടെ കഷ്ടതയൊന്നും സുഭാഷ് ഏട്ടൻ ഓർത്തില്ലല്ലോ എന്ന് സുധീഷ് കരച്ചിലൂടെ ചോദിക്കുമ്പോഴേക്കും അങ്ങനെയല്ല സുധീഷേ, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു എന്ന് സുഭാഷും പറയുന്നുണ്ട്. എന്ത് ചെയ്യുമെന്ന് അറിയാതിരുന്ന വീട് വിട്ട് ഇറങ്ങി പോവുകയാണോ ചെയ്യുക? സുഭാഷ് ഏട്ടൻ വീട് വിട്ടിറങ്ങിയ ഞങ്ങൾ എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കുമെന്ന് സുഭാഷ് ഏട്ടൻ എങ്ങനെ ചിന്തിക്കാൻ കഴിഞ്ഞു? ദുഷ്ടനാ സുഭാഷ് ഏട്ടൻ. സുഭാഷ് ഏട്ടൻ ഇല്ലാതെ ഞങ്ങൾ എങ്ങനെ ജീവിക്കും എന്ന് ചോദിച്ച് വീണ്ടും സുഭാഷ് ഏട്ടനെ ചേർത്ത് പിടിച്ച് കരയുകയാണ് സുധീഷ്. ഇനി അങ്ങനെയൊന്നും ചെയ്യാതെ സുഭാഷ് ഏട്ടാ, പേടിയാവുന്നുണ്ട് എന്ന് സുധീഷ് പറയും. പോവില്ലടാ, ഇനി നിങ്ങളെ വിട്ട് എവിടേക്കും ഈ സുഭാഷ് ഏട്ടൻ പോവില്ല. കരയാതെ എന്ന് പറഞ്ഞ് സുധീഷിനെ ആശ്വസിപ്പിക്കുന്നുണ്ട് സുഭാഷ്. അത് കേൾക്കെ സുധീഷും ആശ്വാസത്തോടെ എല്ലാവരെയും വിളിച്ചു പറയട്ടെ എന്ന് പറഞ്ഞ് സുഭാഷിന്റെ കൈ ഒരു കൈ കൊണ്ട് ചേർത്ത് പിടിച്ച് മറ്റേ കൈയിൽ മൊബൈൽ എടുത്ത് നിധിയെ വിളിക്കുകയാണ്. അവളും കോൾ അറ്റൻഡ് ചെയ്ത് എന്തായി സുഭാഷ് ഏട്ടൻ എവിടെയുണ്ടെന്ന് അറിഞ്ഞു എന്ന് ചോദിക്കെ. സുഭാഷ് ഏട്ടനെ കണ്ടുപിടിച്ചെന്ന് സുധീഷും സങ്കടത്തോടെ പറയും. ആ വാർത്ത കേട്ട നിധിയും സങ്കടത്തോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇത് സത്യമാണോ എന്ന് ചോദിക്കുക. അതെ എന്ന് സുധീഷ് പറയുമ്പോഴേക്കും സുഭാഷ് ഏട്ടൻ എവിടെയായിരുന്നു എന്ന് നിധി ചോദിക്കുന്നു. സുഭാഷ് ഏട്ടനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നിട്ട് എല്ലാം ചോദിച്ചറിയാം. നിധി ഹരീഷിനോടും നികേഷിനോടും എല്ലാം പറയണേ എന്ന് പറയുമ്പോഴേക്കും ശരി ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞ് നിധിയും കോൾ വയ്ക്കുകയാണ്. സുധീഷ് കോൾ വയ്ക്കുമ്പോഴേക്കും സുഭാഷും നിധിയും കരഞ്ഞു വിളിച്ചാണല്ലോ സംസാരിച്ചത്, അവൾ പാവമാണെന്ന് പറയുമ്പോഴേക്കും പാവമെന്നോ, ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ട് ഇപ്പോ പാവമാണെന്ന് പറയുന്നു എന്ന് പറയേ സുധീഷ് സോറി, നിങ്ങളെയൊന്നും ഇങ്ങനെ കഷ്ടപ്പെടുത്തണമെന്ന് വിചാരിച്ചില്ലെന്ന് സുഭാഷും പറയും. അപ്പോഴേക്കും സുധീഷും സുഭാഷ് ഏട്ടനെയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് തിരിക്കുക. പിന്നീട് സുഭാഷ് ഏട്ടനുമായി വീട്ടിലെത്തുമ്പോഴേക്കും സുഭാഷ് ഏട്ടനെ വെയിറ്റ് ചെയ്ത് എല്ലാവരും സങ്കടത്തോടെ ഉമ്മറത്തു തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. കരച്ചിലോടെ നിൽക്കുകയായിരുന്ന നികേഷിന്റെ അടുത്തേക്ക് ചെന്ന് നികേഷ് എന്ന് സുഭാഷ് ഏട്ടൻ വിളിക്കുമ്പോഴേക്കും എന്തിനാ സുഭാഷ് ഏട്ട ഇങ്ങനെയെല്ലാം ചെയ്ത് എന്ന് ചോദിച്ച് നികേഷ് സുഭാഷ് ഏട്ടനെ ചേർത്ത് പിടിച്ച് കരയുന്നുണ്ട്. നികേഷേ ഞാൻ വന്നില്ലേടാ, കരയാതെടാ എന്ന് പറഞ്ഞ് സുഭാഷ് അവനെ ആശ്വസിപ്പിക്കുമ്പോഴേ എന്തിനാ സുഭാഷ് ഏട്ടൻ അങ്ങനെ ചെയ്തത് എന്ന് ഹരീഷും ചോദിക്കുന്നുണ്ട്. സുഭാഷ് ഏട്ടൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നുവെന്ന് കരച്ചിലൂടെ നിധിയും പറയുക. ആ ജോത്സ്യർ പറഞ്ഞതാ സുഭാഷ് ഏട്ടനെ മുഖ്യം അല്ലേ എന്ന് ഹരീഷും ദേഷ്യത്തോടെ ചോദിക്കെ. ഹരീഷെ ഉള്ളിൽ പോയി സംസാരിക്കാമെന്ന് സുധീഷും പറയും. അങ്ങനെ അവർ സുഭാഷ് ഏട്ടനെയും കൂട്ടിക്കൊണ്ട് ഡൈനിങ് ഹാളിൽ എത്തുമ്പോഴേക്കും നികേഷ് വീണ്ടും പൊട്ടിക്കരയാൻ തുടങ്ങിയിരുന്നു. നികേഷ് ഞാൻ വന്നില്ലേ എന്ന് പറഞ്ഞ് സുഭാഷ് അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോ സുഭാഷ് ഏട്ടാ എന്ന് പറഞ്ഞ് നികേഷ് സുഭാഷ് ഏട്ടന്റെ കൈ തട്ടി മാറ്റുകയാണ്. സുഭാഷ് വീണ്ടും അവനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുമ്പോഴേക്കും ഹരീഷും സുധീഷും എല്ലാം സുഭാഷ് ഏട്ടനെ ചെന്ന് ചേർത്ത് പിടിക്കുക. നിധിയും സങ്കടത്തോടെ ആ കാഴ്ച നോക്കി നിൽക്കുക. എന്നോട് ക്ഷമിക്കെന്ന് സുഭാഷ് പറയുമ്പോഴേക്കും പോ സുഭാഷ് ഏട്ടാ, സുഭാഷ് ഏട്ടനില്ലാതെ ഞങ്ങൾക്ക് ഈ വീട്ടിൽ ഒരു നിമിഷം പോലും ജീവിക്കാൻ കഴിയില്ല. എങ്ങനെ ഞങ്ങളെ എല്ലാരെയും വിട്ട് പോവാൻ തോന്നിയെന്ന് ഹരീഷ് ചോദിക്കുമ്പോഴാണ് അവരുടെ അച്ഛനും അങ്ങോട്ട് കയറി വന്ന് ദേഷ്യത്തോടെ സുഭാഷിനെ നോക്കി നിൽക്കുന്നത്. സുഭാഷ് സങ്കടത്തോടെ അച്ഛനെ നോക്കിക്കൊണ്ട് അച്ഛ ആ ജോത്സ്യർ എന്ന് പറയുമ്പോഴേക്കും അദ്ദേഹം ദേഷ്യത്തോടെ സുഭാഷിന്റെ കരണ താഞ്ഞടിക്കുന്നുണ്ട്. സുഭാഷ് സങ്കടത്തോടെ അച്ഛനെ നോക്കുമ്പോഴേക്കും എന്റെ 2 ഭാര്യമാരെയും ഞാനാ കൊന്നതെന്ന് ഈ നാട്ടിലുള്ളവരെല്ലാം പറഞ്ഞു. കൊന്നതാണോ അല്ലയോ എന്ന് എനിക്ക് മാത്രമേ അറിയൂ. അക്കാര്യം പറഞ്ഞ് എന്നെ എത്രമാത്രം അപമാനപ്പെടുത്തിയിട്ടുണ്ട്, ഇപ്പോഴും അപമാനിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെ തുടർന്ന് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് കരുതി നിന്നെ പോലെ ഞാൻ ഈ വീട് വിട്ടു പോയിട്ടുണ്ടോ? എല്ലാം സഹിച്ചും ക്ഷമിച്ചും നിൽക്കുന്നില്ല. ഈ നാട്ടുകാരെല്ലാം എന്നെ കുറ്റപ്പെടുത്തിയപ്പോഴും
ഞാൻ ഈ വീടോ നാടോ വിട്ട് ഓടിപ്പോയി. പറയുന്നവർ എന്തെങ്കിലും പറയട്ടെ, പക്ഷേ നമ്മൾ ശരിയാണെന്ന് നമുക്കറിയാമല്ലോ, നമ്മുടെ മനസാക്ഷിക്ക് അറിയാമല്ലോ. ഒരു വ്യാജ ജ്യോത്സ്യം പറഞ്ഞത് കേട്ട് അവൻ വീട് വിട്ട് പോയിരിക്കും. അതൊരു കള്ള ജ്യോത്സ്യനാടാ. അവൻ പറഞ്ഞുടനെ വീട് വിട്ട് പോവാനൊരുത്ത് വിവരമില്ലാത്തവൻ എന്ന് പറഞ്ഞ അച്ഛൻ ഉമ്മറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. അപ്പോഴേക്കും സുധീഷും സുഭാഷേട്ടന്റെ അടുത്തേക്ക് ചെന്ന്, സുഭാഷേട്ടാ വേദനിച്ചോ എന്നവന്റെ കവിള് തടവിക്കൊണ്ട് ചോദിച്ച്, സുഭാഷേട്ടന് ഇങ്ങനെ തന്നെ വേണം. ഞങ്ങളെല്ലാം സുഭാഷേട്ടന്റെ അനിയന്മാരായി പോയി, അല്ലെങ്കിൽ ഇതുപോലുള്ള അടി ഞങ്ങളുടെ കയ്യിൽ നിന്നും കിട്ടിയേനെ എന്ന് പറയുമ്പോഴേക്കും നിധിയും സുഭാഷേട്ടനെ പിടിച്ചിരുത്തി അവനെ കുടിക്കാൻ വെള്ളമെല്ലാം കൊണ്ടു കൊടുക്കുക. ഹരീഷും നികേഷും സുധീഷും എല്ലാം വെള്ളം ആർത്തിയോടെ കുടിക്കുമ്പോഴേക്കും നിധിയും ക്ഷീണത്തോടെ വെള്ളമെടുത്ത് കുടിക്കുന്നുണ്ട്. അതുകൊണ്ട് സുഭാഷ് അമ്പരപ്പോടെ നോക്കുമ്പോഴേക്കും രാവിലെ തൊട്ട് ആരും ഒന്നും കഴിച്ചിട്ടില്ല. ഭയങ്കര ദാഹമെന്ന് നിധി പറയുമ്പോഴേക്കും സുഭാഷും സങ്കടത്തോടെ എല്ലാവരോടും സോറി പറയുകയാണ്. ഇങ്ങനെയൊന്നും നടക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ലെന്ന് സുഭാഷ് പറയാം. നീതു ഫോൺ വിളിച്ചപ്പോൾ പോലും ഹരീഷ് ഏട്ടൻ എടുത്തില്ല. ആരും ഇന്ന് ജോലിക്ക് പോയില്ല, ഞാൻ കോളേജിലും പോയില്ല. രാവിലെ തൊട്ടേ എല്ലായിടത്തും സുഭാഷ് ഏട്ടനെ അന്വേഷിച്ചു നടക്കും എന്ന് നികേഷും ടെൻഷനോടെ പറയുന്നുണ്ട്. നിങ്ങൾ എന്നെ അന്വേഷിച്ചിറങ്ങുമെന്ന് അറിയാമായിരുന്നു, പക്ഷേ ഇത്രയ്ക്ക് ടെൻഷൻ ആവുമെന്ന് കരുതി. എന്നോട് ക്ഷമിക്കെന്ന് സുഭാഷും പറയുന്നുണ്ട്. അപ്പോഴാണ് നിധി സുഭാഷ് ഏട്ടനെ എവിടെ നിന്നാ കണ്ടെത്തിയതെന്ന് ചോദിക്കുന്നത്. അത് കേൾക്കെ സുധീഷും അവിടെ ഇരുന്ന് ചിരിക്കുക. എന്തിനാ സുധീഷ് ഏട്ടൻ ചിരിക്കുന്നെന്ന് നികേഷ് ചോദിക്കുമ്പോഴേക്കും നമ്മളെല്ലാരും സുഭാഷ് ഏട്ടനെ കാണാതെ ടെൻഷനോടെ പലയിടത്തും തിരഞ്ഞു. പക്ഷേ സുഭാഷ് ഏട്ടൻ എവിടെയായിരുന്നെന്ന് അറിയാമോ? നമ്മുടെ ബയ്യയുടെ വീടില്ലേ, അവിടെ തന്നെ. സുഭാഷ് ഏട്ടനെ ആ പെൺകുട്ടി ചപ്പാത്തി ചുട്ടു കൊടുക്കുകയായിരുന്നു എന്ന് സുധീഷ് പറയുന്നത് കേൾക്കെ പരിഭ്രമത്തോടെ, അതിൽ ദുരുദ്ദേശമൊന്നുമില്ലട. അവൾ ചപ്പാത്തി ചുട്ട് എനിക്ക് തന്നു. അത് കണ്ടതും എനിക്ക് നിങ്ങളെയാ ഓർമ്മ വന്നത്. അപ്പോൾ ഞാനതെടുത്ത് അങ്ങോട്ട് മാറ്റിവെച്ചു. അപ്പോഴല്ലേ കഴിക്കാൻ സമ്മതിക്കാതെ സുധീഷ് എന്നെ കൂട്ടിക്കൊണ്ട് വന്നത് എന്ന് സുഭാഷ് ചോദിക്കും. അപ്പോൾ ഞാൻ സുഭാഷ് ഏട്ടനെ കഴിക്കാൻ സമ്മതിക്കാതെ കൂട്ടിക്കൊണ്ട് വന്നു, അതാ സുഭാഷ് ഏട്ടൻ ഇപ്പോൾ വിഷമം അല്ലേ എന്ന് സുധീഷും ചോദിക്കും. അങ്ങനെയൊന്നും ഇല്ലടാ, ഞാൻ വെറുതെ പറഞ്ഞതാണെന്ന് സുഭാഷ് പറയുമ്പോഴേക്കും, ഞാൻ ആ സമയത്ത് എത്തിയില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ സുഭാഷ് ഏട്ടൻ 4 ചപ്പാത്തിയെങ്കിലും അടിച്ചു മാറ്റിയിരുന്നില്ലേ എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. അതല്ലേ സുധീഷ് ഞാൻ പറഞ്ഞത്, അവൾ എനിക്ക് കഴിക്കാനായി തന്നു, പക്ഷേ എനിക്ക് കഴിക്കാൻ കഴിഞ്ഞു. അവിടെ വെച്ചില്ലേ എന്ന് സുഭാഷ് ചോദിക്കുമ്പോഴേക്കും, ഞാൻ സുഭാഷ് ഏട്ടനെ പോയി കഴിപ്പിച്ചോണ്ട് വരാം. ചപ്പാത്തി എല്ലാം കഴിച്ച് നാളെ ഇങ്ങോട്ട് വരുമോ എന്ന് സുധീഷും ചോദിക്കും. എന്താടാ കളിയാക്കുന്നെന്ന് സുഭാഷ് ചോദിക്കെ, സത്യമായിട്ടും ബയ്യയുടെ വീട്ടിൽ തന്നെ ആയിരുന്നു എന്ന് ഹരീഷും ചോദിക്കും. അതെടാ ഹരീഷേ, ഞാൻ അങ്ങോട്ട് ചെന്ന സമയത്ത് സുഭാഷ് ഏട്ടൻ അടുക്കളയിലൊരു ചെയറിലിരിക്കുന്നു. അവൾ അവിടെ സുഭാഷ് ഏട്ടനെ ചപ്പാത്തി ചുട്ടു കൊടുക്കുമ്പോഴേക്കും സുഭാഷ് ഏട്ടനും കഥ പറയാൻ തുടങ്ങി. ഞാനാണെങ്കിൽ അന്വേഷിച്ച് കുഴഞ്ഞുപോയി നിന്നതാ എന്ന് സുധീഷ് പറയുമ്പോഴേക്കും, സുധീഷെ അങ്ങനെയൊന്നുമില്ല, എങ്ങോട്ട് പോകണമെന്ന് അറിയില്ലായിരുന്നു, അതാ ബയ്യയുടെ വീട്ടിലേക്ക് പോയി എന്ന് സുഭാഷ് പറയേ, ഞാൻ രാവിലെ കൂടി ബയ്യയുടെ വീട്ടിൽ പോയി അന്വേഷിച്ചതാണല്ലോ. ബയ്യ പുറത്തിറങ്ങി വന്ന് സുഭാഷ് ഏട്ടൻ ഇവിടെ ഇല്ലെന്നും പറഞ്ഞു എന്ന് ഹരീഷും പറയുന്നുണ്ട്. എല്ലാം അവരുടെ പ്ലാൻ ആയിരുന്നടാ, പറഞ്ഞേൽപ്പിച്ച് നമ്മളെ പറ്റിക്കുകയായിരുന്നു. നല്ല നേരത്താ സുഭാഷ് ഏട്ടനെ പറ്റി ചോദിച്ച സമയത്ത് ബയ്യയുടെ പരുങ്ങൽ ശ്രദ്ധിക്കാൻ തോന്നിയത്. ആ സംശയം വെച്ചാ അവിടെ പോയി നോക്കിയപ്പോ കണ്ടതോ എന്ന് പറഞ്ഞ്, ഞാൻ പറഞ്ഞ ശരിയാവില്ല, ചെയ്തു കാണിക്കാമെന്ന് പറഞ്ഞ് അവൾ ചപ്പാത്തി ചുടുന്നതും സുഭാഷ് ഏട്ടൻ ടെൻഷനോടെ ഇരിക്കുന്നതുമെല്ലാം അഭിനയിച്ചു കാണിക്കുക. സുഭാഷും അവനെ വഴക്കു പറഞ്ഞ് എഴുന്നേൽപ്പിച്ചുകൊണ്ട്, അപ്പോഴത്തെ ഒരവസ്ഥയിൽ നിങ്ങളെ വിട്ടു പോയെങ്കിലും എനിക്കത് താങ്ങാവുന്നതിലും അപ്പുറമായി. ഇത്രയും കാലം ഞാൻ നിങ്ങളെ വിട്ടു പോകണമെന്നേ വിചാരിച്ചിട്ടില്ല. ഞാൻ വീട് വിട്ടു പോയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരുമെങ്കിൽ ഞാൻ പോകുന്നതാ നല്ലതെന്ന് തോന്നി എന്ന് പറഞ്ഞ് എല്ലാവരോടുമായി സോറി പറയുന്നുണ്ട് സുഭാഷ് ഏട്ടൻ. അത് കേൾക്കെ സുധീഷും, സുഭാഷ് ഏട്ടാ ചപ്പാത്തിയുടെ കാര്യം പറഞ്ഞ് എനിക്ക് വിശക്കാൻ തുടങ്ങി, നമുക്ക് കഴിച്ചാലോ എന്ന് ചോദിക്കേ, നിങ്ങളാരും ഇതുവരെ കഴിച്ചില്ലേ എന്ന് സുഭാഷ് ഏട്ടനും. എങ്ങനെ കഴിക്കാനാ സുഭാഷ് ഏട്ടാ, സുഭാഷ് ഏട്ടനെ കണ്ടെത്താതെ ഞങ്ങൾക്കൊന്നും കഴിക്കാൻ തോന്നിയില്ല എന്ന് നികേഷ് പറയുമ്പോഴേക്കും, എന്നാ ഞാൻ പോയി എന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞ് സുഭാഷ് എഴുന്നേൽക്കാനായി തുടങ്ങുകയാണ്. സുധീഷും അവനെ തടഞ്ഞ്, സുഭാഷ് ഏട്ടൻ ഇനി ഒന്നും ചെയ്യണ്ട, ഇത്രയും ചെയ്തു തന്നെ ധാരാളം എന്ന് പറയുമ്പോഴേക്കും താൻ ഫുഡ് വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞ് ഹരീഷും പുറത്തേക്ക് പോവുകയാണ്. പിന്നീട് ഫുഡെല്ലാം കൊണ്ടുവന്ന് എല്ലാവരും തറയിൽ വട്ടത്തിലിരുന്ന് കഴിക്കുമ്പോഴേക്കും അവരുടെ അച്ഛനും അങ്ങോട്ട് വരുന്നുണ്ട്. കഴിക്കാനെടുക്കാമെന്ന് നിധി പറയുന്നുണ്ടെങ്കിലും തനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് സുഭാഷിനെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് അദ്ദേഹം അവിടെയുള്ളൊരു കസേരയിലേക്ക് ഇരിക്കുന്നുണ്ട്. സുഭാഷ് എല്ലാവരും കഴിക്കുന്നത് സങ്കടത്തോടെ നോക്കിയിരുന്നു കൊണ്ട് എല്ലാവരോടും സോറി പറഞ്ഞ്, നിങ്ങളിങ്ങനെ ഫുഡ് പോലും കഴിക്കാതെ എന്നെ അന്വേഷിച്ചു നടക്കുമെന്ന് ഞാൻ കരുതിയില്ലെന്ന് പറയുന്നുണ്ട്. പിന്നെ ഞങ്ങൾ സന്തോഷമായിരിക്കുമെന്ന് വിചാരിച്ചോ? ആ ഇരിക്കുന്നയാളെ കണ്ടില്ലേ, അവരും സുഭാഷ് ഏട്ടനെ അന്വേഷിച്ചു നടക്കുമായിരുന്നു എന്ന് അച്ഛനെ ചൂണ്ടിക്കൊണ്ട് ഹരീഷ് പറയുന്നു. ഈ വീട്ടിൽ സുഭാഷ് ഏട്ടന്റെ സ്ഥാനം എന്താണെന്ന് സുഭാഷ് ഏട്ടൻ അറിയില്ല, ഇനിയെങ്കിലും അത് മനസ്സിലാക്കും എന്ന് ഹരീഷ് പറയുന്നുണ്ട്. ഇപ്പൊ എന്താ സുഭാഷ് ഏട്ടന് പറ്റിയത്? ആ ജ്യോത്സ്യം പറഞ്ഞതെല്ലാം നടക്കുമെന്നൊരു പേടി സുഭാഷ് ഏട്ടനുണ്ട്. അയാൾ പറഞ്ഞതെല്ലാം കള്ളമാണെന്ന് ഞാൻ നാളെ തന്നെ സുഭാഷ് ഏട്ടന് തെളിയിച്ചു തരാം എന്ന് സുധീഷ് പറയുമ്പോഴേക്കും, അതെങ്ങനെ സാധിക്കുമെന്ന് സുഭാഷ് ഏട്ടൻ, അതെല്ലാം നാളെ കണ്ടറിയാമെന്ന് സുധീഷും. സുഭാഷ് ഏട്ടൻ എന്തിനാ അയാൾ പറഞ്ഞതെല്ലാം സീരിയസ് ആയി എടുത്തെന്ന് നിധി ചോദിക്കേ, അയാൾ എന്നെ പറ്റി എന്ത് പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല, പക്ഷേ ഞാൻ കാരണം എന്റെ അനിയന്മാരുടെ ജീവിതത്തെ കൂടി അത് ബാധിക്കുമല്ലോ എന്നോർത്തപ്പോൾ എനിക്കത് താങ്ങാൻ കഴിഞ്ഞില്ലെന്ന് സുഭാഷും. അത് കേൾക്കെ ഹരീഷും,
ഇനിയെങ്കിലും മനസ്സിലാക്ക് സുഭാഷേട്ടാ. സുഭാഷേട്ടൻ ഇല്ലാത്തതാണ് ഞങ്ങളുടെ ജീവിതത്തെ ബാധിക്കുക, അത് മനസ്സിലാക്കിക്കോ എന്ന് പറയുന്നു. കഴിക്കുന്ന സുധീഷ് പറയുമ്പോഴേക്കും ടെൻഷനോടെ ഇരിക്കുന്ന അച്ഛനെ ഒന്ന് നോക്കിക്കൊണ്ട് കഴിക്കാനായി പറയേ. കഴിക്കടാ എന്ന് സ്നേഹത്തോടെ അച്ഛൻ. വീണ്ടും നിധിയും സുധീഷും കൂടി നിർബന്ധിക്കുമ്പോഴേക്കും അച്ഛനും അവരുടെ കൂടെ ഇരുന്ന് സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കുകയാണ്. എല്ലാവരുടെയും സന്തോഷം കണ്ട് മനസ്സ് നിറഞ്ഞ സുഭാഷും. ഇത്രയുമാണ് ഈ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.